അല്പം മുമ്പ് വായിച്ചു കേട്ട നമ്മുടെ ആരാധനയിലെ വാക്കുകൾ കടമെടുത്താൽ നമുക്ക് വേണ്ടിയുള്ള തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കഷ്ടപ്പെടുവാനും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ താഴ്മയിൽ സാദൃശ്യപ്പെടുവാനും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ കുരിശാരോഹണത്തിൽ പ്രശംസിക്കുവാനും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി താനേറ്റ മുറിവുകളാൽ സൗഖ്യം പ്രാപിക്കുവാനും നമ്മുടെ മരണത്തെ ജീവിപ്പിക്കുന്നതായ തൻ്റെ മരണത്താൽ ജീവൻ നേടുവാനും ഈ ദിവസങ്ങൾ നാം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിലകൊള്ളുകയാണ്. അതിനുവേണ്ടി ഏൽക്കേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളെയും ഈ ദിവസങ്ങളിൽ നാം സ്വാഗതം ചെയ്യുകയാണ്. രക്ഷാകരവും വിശുദ്ധവുമായ കഷ്ടാനുഭവമേ, സമാധാനത്തോടെ വരിക എന്ന് നാം ആവർത്തിച്ച് പറയുകയാണ്. വി എംബ്രൈസ് സഫറിങ്സ് ആസ് സേക്രഡ്. കഷ്ടാനുഭവങ്ങളെ വിശുദ്ധവും പുണ്യവുമായി നാം സ്വീകരിക്കുകയും പുണരുകയും ചെയ്യുകയാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും ബന്ധിതന്മാർക്ക് മോചനവും തകർന്നവർക്ക് ആശ്വാസവും അറിയിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഘോഷിക്കുവാനുമായി അഭിഷിക്തനായ ക്രിസ്തു ശുശ്രൂഷിക്കുവാനും അനേകർക്ക് ജീവനെ മറുവിലയായി നൽകുവാനുമായിട്ടാണ് തൻ്റെ നിയോഗം എന്ന ബോധ്യത്തിൽ അധികാരിയുടെയും അത്ഭുത പ്രവർത്തകൻ്റെയും ഒന്നും പരിവേഷം ചാർത്തപ്പെടാതെ ദാസനും ശുശ്രൂഷകനും എന്ന വിധത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി പെസഹ താഴമേശയിൽ വെച്ച് തന്നെ തന്നെ വിഭാഗിച്ച് നൽകി ഗോകുൽത്തായുടെ മുകളിൽ മരത്തോട് ചേർത്ത് തറയ്ക്കപ്പെട്ടവനായി നിലകൊള്ളുവാൻ പോവുകയാണ്. സെറൂഗിലെ വിശുദ്ധനായ യാക്കോബ് നമ്മുടെ കർത്താവിൻ്റെ കുരിശിന്മേലുള്ള ഈ നിൽപ്പിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ഉയരങ്ങൾക്കും ആഴങ്ങൾക്കും മധ്യേ ഒരു തൂണുപോലെ അവൻ നാട്ടപ്പെട്ടു. ലോകത്തിൻ്റെ ഭാരം ശക്തമായി താങ്ങുവാൻ തക്കവണ്ണം അവൻ നിന്നു. അവൻ്റെ കൈകൾ ലോകത്തിൻ്റെ അറ്റങ്ങൾ ആശ്ലേഷിക്കത്തക്ക വിധം അവർ വലിച്ചു നീട്ടി. അവനാകട്ടെ കുരിശിന്മേലുള്ള തൻ്റെ കരം വിരിച്ചിലിനാൽ സകല സൃഷ്ടികളെയും തൻ്റെ പിതാവിന് സമ്മാനിക്കുവാനായി തൻ്റെ കരത്താൽ തൻ്റെ മാറോട് തടുത്തുകൂട്ടി. അവനാകട്ടെ കുരിശിന്മേലുള്ള തൻ്റെ കരം വിരിച്ചിലിനാൽ സകല സൃഷ്ടിയെയും തൻ്റെ പിതാവിന് സമ്മാനിക്കുവാനായി തൻ്റെ കരത്താൽ തൻ്റെ മാറോട് തടുത്തുകൂട്ടി. എത്ര പ്രഭയുള്ള ഒരു വർണ്ണനയാണിത്! അതിക്രമങ്ങളാലും പാപങ്ങളാലും ചേലില്ലാത്ത ജീവിതശൈലികളാലും കാമക്രോധമോഹാദികളാലും വഴക്കുകളാലും പിണക്കങ്ങളാലുമൊക്കെ വല്ലാതെ ചിതറിപ്പോയ, ഇടർച്ചകൾ സംഭവിച്ച് ഭൂമിയുടെ 4 അതിരുകളിലേക്ക് മാറിപ്പോയ നമ്മെ കുരിശിന്മേലുള്ള തൻ്റെ കരം വിരിച്ചിലിനാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അവൻ തൻ്റെ മാറോട് വലിച്ചു ചേർത്ത് വെക്കുകയാണ്. നിസ്വാർത്ഥമാകുന്ന സ്നേഹസഖ്യത്തിൽ നിന്നും വിശുദ്ധമായ ജീവിത പരിസരങ്ങളിൽ നിന്നും നമ്മെ വല്ലാതെ ചിതറിച്ചു കളയുക എന്നത് വക്രബുദ്ധികളുടെ ഹൃദയാഗ്രഹമാണ്. എന്നാൽ നാം ചിതറിപ്പോകുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും വളരെ സ്നേഹത്തോടെ നമ്മെ തൻ്റെ മാറോട് ചേർത്ത് വെക്കുക എന്നുള്ളത് ദൈവമനുഷ്യരുടെ സ്വഭാവമാണ്. കളവും ഏഷണിയും പറഞ്ഞ് പരസ്പരം ചിതറിപ്പിക്കുന്ന മനുഷ്യർ ധാരാളം പെരുകുന്ന ഇടത്താണ് 4 ദിക്കുകളിൽ നിന്നും മനുഷ്യാത്മാക്കളെ കൂട്ടിവരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശ് നിലകൊള്ളുന്നത്. ഈ ദിവസങ്ങളിൽ വിശുദ്ധനായ
അപ്രേം പിതാവിൻ്റെ പ്രാർത്ഥന പോലെ കർത്താവേ, നിൻ്റെ കുരിശാകുന്ന കൂട്ടിലേക്ക് പാഞ്ഞു വരുവാനും വഞ്ചകനായ സർപ്പത്തിൽ നിന്ന പോലെ സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം വന്നെത്തുവാൻ സാധ്യമാകാത്ത നിൻ്റെ കുരിശിൻ്റെ മുകളിൽ വാസമാക്കുവാനും വലയിൽ നിന്ന് പറന്നകലുന്ന പ്രാവിനെ പോലെ അപരാധങ്ങളിൽ നിന്ന് പറന്നകലുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യപാദത്തിൽ തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ ആരംഭത്തിലാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമയിലെ സഭയ്ക്ക് കത്തെഴുതുന്നത്. ഈ കത്തെഴുതുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. യഹൂദാ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരും മറ്റ് വിജാതീയ വിശ്വാസങ്ങളിലായിരുന്ന അവിടെ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരുമായി സംയോജിതമായ ഒരു വിശ്വാസ സമൂഹമാണ് അന്ന് റോമിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള തർക്കങ്ങളും കലഹങ്ങളും പിണക്കങ്ങളും അവരുടെ ഇടയിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഇവർക്കിടയിൽ എപ്പോഴുമുള്ള ഒരു തർക്കമായിരുന്നു, രക്ഷ എന്നത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമുള്ളതാണ്. അവർക്ക് മാത്രമേ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. മറ്റാർക്കും രക്ഷയും നിത്യജീവനും അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്നൊരു ധാരണ നിമിത്തം വിവിധ തരത്തിലുള്ള പിരിവുകളും അതിനോടൊപ്പം തന്നെ പക്ഷം ചേരലുകളും ഒക്കെ ആ സഭയിൽ നിലനിന്നിരുന്നു. അങ്ങനെ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും വിശ്വാസ സമൂഹം കടന്നു പോകുന്നത് കണ്ടിട്ട് ആരും നീതിമാന്മാരില്ല എന്നും എല്ലാവരും പാപികളാണെന്നും നമ്മുടെ കർത്താവിൻ്റെ കുരിശിലെ പരമയാഗമാണ് ഈ പാപത്തിൽ നിന്ന് നമ്മെ നീതീകരിച്ചിരിക്കുന്നതെന്നും അത് പിതാവാം ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹം നിമിത്തമാണെന്നും പൗലോസ് അപ്പോസ്തലൻ റോമയിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പിതാവാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ പറ്റിയാണ് ആദ്യ വാക്കുകളിൽ തന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ഏകജാതനെ ആദരിക്കാതെ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ ഏകജാതനെ കുരിശിൽ തറപ്പിനായി കഷ്ടത അനുഭവത്തിനായി അവൻ വിട്ടു നൽകി എന്ന്. സത്യത്തിൽ പിതാവാം ദൈവത്തിന് നമ്മോടുള്ള ഈ സ്നേഹം വിശുദ്ധനായ യോഹന്നാനും വളരെ ഭംഗിയായി തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്ക വിധത്തിൽ അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു എന്ന്. അപ്പോൾ കുറഞ്ഞു പോകാത്ത പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം കാലങ്ങളായി ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളുമെല്ലാം നിമിത്തം ഒന്നിലധികം പ്രാവശ്യം വിവിധ ഇടങ്ങളിൽ നാം ഒക്കെ ഇടർച്ചകൾ സംഭവിച്ച് വീണുപോയിട്ടും ഇസ്രായേൽ മക്കളെ മരുപ്രയാണ യാത്രയിൽ വഴി നടത്തിയതുപോലെ പകലും രാത്രിയും മേഘത്തണലായി അഗ്നിത്തൂണായി നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മെ വഴി നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്: മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു 2 പേർ, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാവും? കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു 2 പേർ, അതിലേറ്റവും സ്നേഹം ആർക്കെന്നറിയാൻ എന്താകുന്നു വഴി? അവരിൽ തോൽക്കുന്നതാരെന്ന് അറിയുവാൻ കാത്തിരുന്നാൽ മതി. സത്യത്തിൽ വിട്ടുകൊടുക്കൽ വഴിയായും സഹനങ്ങൾ ഏൽക്കുന്നത് വഴിയായിട്ടുമൊക്കെയാണ് നമ്മുടെ സ്നേഹം അതിൻ്റെ ആഴം അനേകർക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത്.
ഉള്ളറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും വേദനപ്പെട്ടിട്ടുണ്ട്, മുറിവേറ്റിട്ടുമുണ്ട്. ആ മുറിവുകൾ ഉണങ്ങാതെ ഇന്നും പലരുടെയും ജീവിതങ്ങളിൽ അവർ വഹിക്കുന്നുമുണ്ട്. എല്ലാ കാലത്തെയും പ്രശ്നം നാം നൽകുന്ന സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയപ്പെടാതെ പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടകങ്ങളിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്നത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വീടൊരാൾക്ക് നൽകാതെ പോകുന്ന ആദരവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പോലും വിവിധ ഇടങ്ങളിൽ പരിതപിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രവാചകനും സ്വന്തം പട്ടണത്തിൽ സ്വന്തം ഗ്രഹത്തിൽ ആദരിക്കപ്പെടുന്നില്ല എന്നൊക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞത് സത്യത്തിൽ ഉള്ളുലഞ്ഞ് പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ വെളിയിലൊക്കെ സുൽത്താന്മാരായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ അവരായിരിക്കുന്ന വീടിൻ്റെ പരിസരങ്ങളിൽ വല്ലാത്ത ആത്മലജ്ജയോടെ അവർ കഴിയേണ്ടതായും വരുന്നുണ്ട്. അത് ജീവിത പങ്കാളികളാൽ, മക്കളാൽ, സഹോദരങ്ങളാൽ, അങ്ങനെ എണ്ണമറ്റ നിരവധി ആളുകളാൽ തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും കേൾക്കപ്പെടാതെയും സ്വീകരിക്കപ്പെടാതെയും ഒക്കെ ഇരിക്കുന്ന ഒത്തിരി മനുഷ്യർ എല്ലായിടങ്ങളിലുമുണ്ട്. സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകരുത്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്കായി തന്നു എന്ന്. കുരിശിലെ നമ്മുടെ കർത്താവിൻ്റെ ഈ പരമയാഗം വഴിയായി നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങൾ ഏതൊക്കെയെന്ന് ഈ ലേഖനത്തിലുടനീളം പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പാഠമോദി നൽകുന്നുണ്ട്. 3 കാര്യങ്ങൾ ആവർത്തിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ക്രിസ്തുവിൻ്റെ കുരിശിലെ പരമയാഗം വഴിയായി നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങൾ? ഒന്നാമതായി പറയുന്നു, കുരിശിലെ ക്രിസ്തുവിൻ്റെ പരമയാഗം വഴിയായി നമ്മുടെ അപരാധങ്ങളുടെ ക്ഷമ നമുക്ക് സിദ്ധിച്ചു. ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. നമ്മുടെ പാപങ്ങളുടെ, ബലഹീനതകളുടെ, അതിക്രമങ്ങളുടെ മോചനം കുരിശിലെ പരമയാഗം വഴിയായി ലഭിച്ചു. 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കുരിശിലെ വീണ്ടെടുപ്പ് മൂലം നാം അവൻ്റെ കൃപ മൂലം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നോർത്താൽ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് അനുദിനം ദൈവം നമുക്ക് നീതീകരണം നൽകേണ്ടത്. നമ്മുടെ ശരികളുമായി മാത്രം നാം യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ശരികൾ പലതും വൻ വീഴ്ചകളായിരുന്നു എന്ന് കാലമേറെ കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇപ്പോഴും ചിലരൊക്കെ ചിലരുടെ ഇടർച്ചകളെ സംബന്ധിച്ച് തിരിച്ചറിയുന്നുകൂടിയില്ല. എന്നാൽ നമ്മുടെ ദൈവമോ നമ്മുടെ ഈ വീഴ്ചകളെയെല്ലാം ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൻ്റെ സ്മരണയിൽ മായിച്ച് നമുക്ക് മാപ്പ് നൽകുകയും ഇന്നും ലജ്ജിപ്പാൻ വകയില്ലാത്ത വിധം നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഈ കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന വലിയൊരു ആത്മപ്രതിസന്ധിയാണ് ഇടറിപ്പോയ ഇടങ്ങളെ ഓർത്ത് തകർന്നു വീഴുകയും ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്നുള്ള ചിന്തയിൽ വല്ലാതെ നിരാശ ബാധിച്ച് തളരുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ ക്രിസ്തുവിൽ നമുക്കുള്ള വലിയ പ്രത്യാശ എന്താണ്? എല്ലാ അർത്ഥത്തിലും തോറ്റുപോകുന്ന മനുഷ്യരെ ഉലഞ്ഞു പോകാതെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം അവൻ അരികിലായി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന എല്ലാവർക്കും ഫ്രീഡം ടു ഫെയിൽ, ഇടർച്ചകളിൽ അകപ്പെടുവാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവ് നിഷേധിച്ചിട്ടില്ല. അത് അപ്പോസ്തല സമൂഹത്തിലെ പ്രധാനിയായ പത്രോസിനാണെങ്കിലും അപ്പോസ്തല സമൂഹത്തിൽ ചേർന്ന് നടന്ന യൂദായിക്കാണെങ്കിലും കർത്താവിനോടൊപ്പം നടന്ന സഹശിഷ്യന്മാർക്കാണെങ്കിലും ആർക്കും നമ്മുടെ കർത്താവ് വീണു പോകുവാനുള്ള ഏതെങ്കിലും അവസരങ്ങൾ നിഷേധിച്ചില്ല. അതുകൊണ്ടാണ് പീഡാസഹനവേളയിൽ ചിലരൊക്കെ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ യേശുക്രിസ്തു തന്നെ അവരോട് ചോദിക്കുന്നത്, നിങ്ങളും അവരോടുകൂടെ പോകുവാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുകയാണോ എന്ന്. എന്നാൽ ഒന്ന് നിശ്ചയമാണ്, ഈ ഇടറിപ്പോകുവാൻ തക്കവണ്ണം വെമ്പൽ കൊണ്ട് യാത്ര ചെയ്ത മനുഷ്യരെല്ലാം അവർ പോയി വീണ ഇടങ്ങളിലൊക്കെ അവർ തല ഉയർത്തി നോക്കുമ്പോൾ അവരുടെ അരികിലായി അവരെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തിരുവചനം നമുക്ക് നൽകുന്ന വലിയ ഉറപ്പ്. അതുമാത്രമല്ല, ലോകം വീണുപോയവരെയൊക്കെ വല്ലാതെ പരിഹസിക്കുമ്പോൾ, അവരെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം തയ്യാറാകാതെ ഇരിക്കുമ്പോൾ
നമ്മുടെ കർത്താവ് ഒരു നോട്ടം കൊണ്ടുപോലും വീണുപോയ മനുഷ്യരെ ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിരവധി ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു ജനത മുഴുവനും കല്ലെറിയുവാൻ തക്കവണ്ണം അവരുടെ കൈകളിൽ കല്ലുമായി, അവളെ നിശിതമായി വിമർശിക്കുവാൻ തക്കവണ്ണം അഗ്നി ജ്വലിക്കുന്ന നയനങ്ങളുമായി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു നോട്ടം കൊണ്ടുപോലും അവളെ വിഷമിപ്പിക്കാതെ നിലത്തേക്ക് നോക്കി നിൽക്കുന്നുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇടറിപ്പോയവരെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാത്ത ക്രിസ്തുവിൻ്റെ മുഖമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ സംഭവം വഴിയായി നാം വായിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങളെല്ലാം മഹാപാപി എന്ന് വിളിച്ച് അവരുടെ അനുദിന വ്യാവഹാരിക ഇടപാടുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരുന്നൊരു മനുഷ്യൻ, സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ. ജനങ്ങൾക്ക് ആ മനുഷ്യനെ പറ്റി പറയുവാനുള്ളത് ഇവൻ പാപിയാകുന്ന മനുഷ്യൻ എന്നാണ്. എന്നാൽ നമ്മുടെ കർത്താവ് അവനെ വിളിക്കുന്നത് അങ്ങനെയല്ല. അവർ അപ്രകാരം അവനെ മുദ്രകുത്തി മാറ്റി നിർത്തിയപ്പോൾ ഉലഞ്ഞുപോയ അവൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് എത്ര സ്നേഹസാന്ദ്രമായിട്ടാണ് പറഞ്ഞത്, ഇവൻ അബ്രഹാമിൻ്റെ മകൻ, ഇവൻ്റെ ഭവനമാകട്ടെ രക്ഷയുടെ ഭവനമെന്ന്. വീണ്ടും നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അത്ര സുതാര്യമാകുന്ന ജീവിതം ഒന്നുമല്ലാതിരുന്ന ഒരു സ്ത്രീ ഒരു കിണറിൻ്റെ വക്കിൽ വെച്ച് നമ്മുടെ കർത്താവിനോട് ദീർഘമായി സംസാരിക്കുന്നുണ്ട്. വളരെ ദീർഘമായ സംഭാഷണമായിരുന്നു. പക്ഷേ ആ ദീർഘമായ സംഭാഷണത്തിൽ ഒരിടത്ത് വെച്ച് പോലും നമ്മുടെ കർത്താവ് അവളെ കുറ്റം വിധിക്കുകയോ അവൾ വീണുപോയ ഇടർച്ചകളെ ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിച്ച് കരയുവാൻ തക്കവണ്ണം അവളെ മുറിപ്പെടുത്തുകയോ ചെയ്യാതെ എത്ര അഴകോടെയാണ് ഇടപെട്ടത്. കുരിശിൽ കിടക്കുമ്പോഴും ഒരു കള്ളനോട് ഹൃദയപൂർവ്വം ഇടപെട്ട ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെയൊക്കെ വലിയ പരാജയം. നാം ഓരോരുത്തരും എന്തുമാത്രം മനുഷ്യരുടെ മനസ്സുകളെയാണ് കരുണയില്ലാതെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീക്ക് മിഥോളജിയിൽ തമോ ഗുണമുള്ളൊരു സ്വേച്ഛാധിപതിയുടെ കഥയുണ്ട്. ഡമാസ്തസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മനുഷ്യനെ ശിക്ഷിച്ചിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ലോഹ കട്ടിലുണ്ട്. ആ കട്ടിലിൽ മനുഷ്യരെ കിടത്തുകയും ആ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അദ്ദേഹത്തിന് തോന്നുന്ന എല്ലാ അവയവങ്ങളെയും ഛേദിച്ച് കളയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഇനി ആരെങ്കിലും കട്ടിലിനുള്ളിൽ ഒതുങ്ങുന്നവരാണെങ്കിൽ അവരുടെ കരചരണങ്ങളെയൊക്കെ വലുതായി വലിച്ചു നീട്ടി പുറത്തേക്കിടുകയും ഛേദിച്ച് കളയുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. ഈ ഡമാസ്തസ് ഇല്ലാതെയായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ അളവ് കട്ടിലുകൾ നമ്മുടെയൊക്കെ മിക്കവാറും പേരുടെ ജീവിതങ്ങളിലുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ഉണ്ട്. ചിലതൊക്കെ മറക്കുവാനും പൊറുക്കുവാനുമാവുക എന്നുള്ളതാണ് ദൈവ മനുഷ്യൻ്റെ അടയാളം. നമ്മുടെ കർത്താവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരും ഇപ്രകാരം മറക്കുവാനും പൊറുക്കുവാനും തയ്യാറായവരാണ്. അതുകൊണ്ടാണല്ലോ അവരെ ആസകലം ചിതറിച്ചു കളഞ്ഞ ആ ദുരന്തരാത്രിയിൽ അകപ്പെട്ട് തകർന്നുപോയ ശിഷ്യന്മാരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവാഹകരായി കടന്നു ചെന്നപ്പോൾ എത്ര ഭംഗിയോടെയാണ് അവർ പറഞ്ഞത്. പരിശുദ്ധ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു സുന്ദരം ഒരു ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നതാണ്. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അറിവില്ലായ്മയാലാണ് അവനെ കുരിശിച്ചതെന്ന് ഞാൻ അറിയുന്നു. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ഇതിനോട് സമാനമായി പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അറിവില്ലായ്മയാൽ ഇത് പ്രവർത്തിച്ചു, അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ തേജസ്സിൻ്റെ നാഥനെ കുരിശിക്കുകയില്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടവരൊക്കെ ഇപ്രകാരം വിവിധ തരത്തിലുള്ള പാപങ്ങളും ബലഹീനതകളും ചെയ്ത മനുഷ്യർക്ക് മാപ്പ് കൊടുത്തത്. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധനായ സ്തേഫാനോസ് ശമ്മാശൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ വിവരണമാണുള്ളത്. യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ അതേ മൊഴി തന്നെ സ്തേഫാനോസ് ശമ്മാശനും താൻ കല്ലേറേറ്റ് വധിക്കപ്പെടുമ്പോൾ ആവർത്തിക്കുകയാണ്: പിതാവേ, ഈ പാപം ഇവരുടെ മേൽ നീ നിർത്തരുതേ. ഉപാധികളില്ലാതെ മാപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കാകണം. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ വലിയ വലിയ അപരാധങ്ങളാണ് നമ്മുടെ കർത്താവ് കുരിശിലെ പരമയാഗത്താൽ മോചിച്ചു തന്നത്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശ്വാസ സമൂഹത്തോടും പറയുന്നത്: നിങ്ങൾ കലഹങ്ങളിലും
പിണക്കങ്ങളിലും തർക്കങ്ങളിലുമായി ഇടപെട്ടു പോകരുത്. അത് നിമിത്തം നിങ്ങൾ നിങ്ങളുടെ ആത്മത്തെ നശിപ്പിച്ചു കളയരുത്. നിങ്ങൾക്ക് ക്രിസ്തു വഴിയായി എന്തുമാത്രം പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. രണ്ടാമതായി പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ കുരിശീകരണം വഴിയായി അവർക്ക് ലഭിച്ച ഭാഗ്യത്തെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് ദൈവത്തോട് അനുരഞ്ജനം സാധ്യമായിരിക്കുന്നു. റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തോട് അനുരഞ്ജനം സാധ്യമായിരിക്കുന്നു. അത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു വഴിയായി ദൈവത്തോട് നിങ്ങൾക്ക് അനുരഞ്ജനം അഥവാ സമാധാനം സാധ്യമായി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. സത്യത്തിൽ ഇസ്രായേൽ മക്കൾ വഴിപിഴച്ചു പോയപ്പോൾ യഹോവയാം ദൈവത്തിനും അതിനോടൊപ്പം തന്നെ ഈ ദൈവജനത്തിനും ഇടയിൽ മോശ അവരുടെ മധ്യസ്ഥനായി നിലകൊള്ളുന്നുണ്ട്. അപ്രകാരം തന്നെ പിതാവാം ദൈവത്തിനും നമുക്കുമിടയിൽ മധ്യസ്ഥനായി പാലമെന്നോണം, നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്, ക്രിസ്തു പാലമായി നിന്നു. അപ്രകാരം പാലമായി നിന്ന് പിതാവാം ദൈവത്തോട് നമുക്കൊരു അനുരഞ്ജനം അവൻ വഴിയായി സാധ്യമാക്കി നൽകിയിരിക്കുകയാണ്. ആർക്കാണ് യഥാർത്ഥത്തിൽ അനുരഞ്ജനം ഉണ്ടാകുന്നത്? അനുരഞ്ജനം ഉണ്ടാകുന്നത് അനുതാപിക്കാണ്. അനുതാപിയായ ഒരു മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ അനുരഞ്ജനം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അനുതാപത്തിലേക്ക് നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്? നമ്മുടെ വിചാരം അനുതാപം എന്നൊക്കെ പറയുന്നത് വലിയ പാപം ചെയ്യുന്ന മനുഷ്യർക്കുള്ളതാണെന്നാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിലെ ഒരു വാക്യം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തേണ്ടത് തന്നെയാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ എഫേസൂസിലെ ദൈവസഭയോട് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെക്കുറിച്ച് ഒരു കുറവ് എനിക്ക് പറയുവാനുണ്ട്. അത് കവർച്ച നടത്തിയതോ വ്യഭിചാരം ചെയ്തതോ മോഷ്ടിച്ചതോ ഒന്നും തന്നെ ആയിരുന്നില്ല. അവരോട് പറയുന്ന കുറവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നീ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇതാണ് നിൻ്റെ അപരാധം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അങ്ങനെ ഓർക്കുമ്പോൾ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട, അനുതാപത്തിലേക്ക് വളരേണ്ടതായ എന്തുമാത്രം പാപങ്ങളാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ചുറ്റും നാം ഓരോരുത്തരും കൂട്ടിവെച്ചിരിക്കുന്നത് അത്രയും. അതുകൊണ്ട് അനുതാപം സ്വർഗരാജ്യത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന വഴിയായി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ദുഃഖവെള്ളിയുടെ ആരാധനയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം കുരിശിച്ച 2 കള്ളന്മാരുടെ സംവാദം വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ ഒരാൾ പറുദീസായുടെ അവകാശിയായി തീരുന്നുവെന്നും നമുക്ക് അറിയാവുന്നതാണ്. സ്ലീബ മുത്തുന്ന സമയത്ത് പാടുന്ന ധ്യാനഗീതത്തിൽ ക്രോബെ മാലാഖയും കള്ളൻ തീത്തോസും തമ്മിലുള്ള വിശദമായ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കള്ളൻ പറുദീസായുടെ അവകാശിയായി പറുദീസായുടെ വാതിൽക്കൽ എത്തുന്നുണ്ട്. പറുദീസായുടെ വാതിൽക്കൽ എത്തുമ്പോൾ അവിടെ ഏദൻ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന വാളേന്തിയ ക്രൂബെ മാലാഖ ഈ കള്ളനോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ അവിടെ പദ്യരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങളുടെ പിതാവായ ആദാം തോട്ടത്തിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോയി, പിന്നീട് ഒരു മനുഷ്യനും ഇവിടെ വന്നിട്ടില്ല. നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? അതിന് ഈ കള്ളൻ തീത്തോസ് കൊടുക്കുന്ന ഉത്തരം നമ്മുടെ ആരാധനയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ ജയകരമാകുന്ന സ്ലീബ എൻ്റെ കയ്യിലുണ്ട്. 2, അനുതാപം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാറി നിൽക്കൂ, ഞാൻ മാമക സ്ഥാനം പോകട്ടെ എന്ന് ഈ കള്ളൻ മാലാഖയോട് പറയുന്നതായി നമ്മുടെ ആരാധനയിൽ രേഖപ്പെടുത്തലുണ്ട്. ആർക്കാണ് സ്വർഗരാജ്യം അവകാശിക്കുവാൻ തക്കവണ്ണമാകുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ജീവകരമാകുന്ന കുരിശിനെ വാരിപ്പുണർന്ന് നിൽക്കുന്നവർക്കും അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ വന്നുപോയ ഇടർച്ചകളെ ഓർത്ത് അനുതപിക്കുന്നവർക്കുമാണ് സ്വർഗരാജ്യം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത്രയും ഈ 2 ഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ കുരിശീകരണം വഴിയായി എന്ത് ഭാഗ്യമാണ്, എന്ത് മോചനമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശ്വാസ സമൂഹത്തോട് പറയുന്നു.
മൂന്നാമതായി കുരിശീകരണം വഴിയായി ലഭിച്ചത് അവൻ്റെ സ്വരൂപത്തോടുള്ള അനുരൂപമാണ്. നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. കൺഫേമിറ്റി ടു ഹിസ് ഇമേജ്. അവൻ്റെ സ്വരൂപത്തോട് കുരിശീകരണം വഴിയായി നാം ഇതാ അനുരൂപപ്പെടുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ഭംഗിയായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ തൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുന്നു. അനുതാപം വഴി ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റമാണിത്. നമ്മുടെ ജീവിതത്തിൽ അനുതാപമുണ്ടെങ്കിൽ നമുക്കവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ തക്കവണ്ണം ഇടയാകും. എന്താണ് ആത്മീയത? ആത്മീയത എന്നത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും സാഷ്ടാംഗ പ്രണാമങ്ങളും മാത്രമായി തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. ക്രിസ്തുവിൻ്റെ ഗന്ധത്തിലേക്ക് വളരുക എന്നതാണ് ആത്മീയത. ക്രിസ്തുവിൻ്റെ ഗന്ധത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാവുക. ക്രിസ്തുവിൻ്റെ അടയാളങ്ങളിലേക്ക് വളരുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കയീൻ സഹോദര ഹത്യ ചെയ്തതിന് ശേഷം ഓടിപ്പോകുമ്പോൾ അവനും ഒരടയാളം ലഭിച്ചതായി നാം വായിക്കുന്നുണ്ട്. അടയാളം വഹിക്കുന്നതല്ല ആത്മീയത, മറിച്ച് അവനായി തീരുന്നതാണ്, ക്രിസ്തുവായി തീരുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഈ ഗന്ധത്തിലേക്ക് ഞങ്ങളൊക്കെ വളർന്നുവെന്ന് പൗലോസ് അപ്പോസ്തലനൊക്കെ എത്ര ധൈര്യത്തോടെയാണ് പറയുന്നത്. കൊരിന്തിലെ വിശ്വാസ സമൂഹം അവനെതിരെ അപവാദങ്ങളും ആക്ഷേപങ്ങളും പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: വി ആർ ദ ആരോമ ഓഫ് ക്രൈസ്റ്റ് ടു ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. നമ്മുടെ കർത്താവിനൊരു ഗന്ധമുണ്ട്. അത് നമ്മുടെ ആരാധനയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ മൂറോൻ കൂദാശിയുടെ ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും 60-ലധികം തവണയാണ് പറയുന്നത് നമ്മുടെ കർത്താവിനൊരു ഗന്ധമുണ്ടെന്ന്. നിൻ മണമേറ്റ് ആനന്ദിപ്പാൻ അവരോടി വരും നിന്നരികിൽ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗം പിതാക്കന്മാർ കാവ്യാത്മകമായി വ്യാഖ്യാനിച്ചതാണത്. അതിന്ന് രാവിലത്തെ ആരാധനയിൽ നാം വായിച്ചു കേട്ടതുമാണ്. യേശുതമ്പുരാനും ശിഷ്യന്മാരും ഗലീലായിൽ ആരംഭിച്ച യാത്ര അവർ തലസ്ഥാന നഗരിയായ യെരുശലേമിലെത്തിയപ്പോൾ ഗലീലായിൽ 12 പേരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തലസ്ഥാന നഗരിയായ യെരുശലേമിലെത്തിയപ്പോൾ ഒരു നഗരം മുഴുവനും ഇളകി അവൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ടപ്പോൾ പരീശന്മാരും സാദൂക്യരും ഒക്കെ തമ്മിൽ പരസ്പരം പരാതി പറയുന്നത് പോലെ പറഞ്ഞു: നമ്മെ കൊണ്ട് ഒന്നിനും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇതാ ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു എന്ന്. ഇതിനെ കാവ്യാത്മകമായി വ്യാഖ്യാനിച്ച് എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവേ, നിന്റെ ശരീരത്തിൽ നിന്ന് അഭൗമമാകുന്നൊരു സുഗന്ധം പുറപ്പെടുന്നു. ബഹുജാതികൾ അതിലാകൃഷ്ടരായി നിന്റെ പിന്നാലെ വരുന്നു. നിൻ മണമേറ്റാനന്ദിപ്പാൻ അവരോടി വരും നിന്നരികിൽ. ക്രിസ്തുവിനൊരു ഗന്ധമുണ്ടെന്ന് വീണ്ടും നമ്മുടെ ആരാധനയിൽ ഉടനീളം പറയുന്നുണ്ട്. വിശുദ്ധ മാമോദീസ കൂദാശയിൽ വിശുദ്ധ മൂറോൻ തൈലം കൊണ്ട് കുഞ്ഞിനെ അഭിഷേകം ചെയ്യുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്: മശിഹായുടെ പരിമളവാസന. ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്. അത് ഈ മൂറോൻ തൈലത്തിൻ്റെ ഗന്ധമാണെന്നാണ് പറയുന്നത്. നമ്മൾ കെന്താക്കാലത്ത് പാടുന്ന പാട്ടുകളിൽ എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്: നിൻ മുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ. നമ്മുടെ കർത്താവിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധത്തിലേക്കുള്ള വളർച്ചയാകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നിരവധിയിടങ്ങളിൽ നമ്മുടെ ആരാധനയിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ സിദ്റാ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്: നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സുഗന്ധം നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചു. ക്രിസ്തു അടിമുടി സുഗന്ധമായി മാറിയവനാണ്. ആ സുഗന്ധത്തിലേക്ക് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. എങ്കിൽ മാത്രമേ നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിൻ്റെ ഗന്ധം അറിഞ്ഞുമറിയാതെയും നമുക്കേവർക്കും നഷ്ടമായി പോയിട്ടുണ്ട്. അത് നമ്മൾ ചാരി നിന്ന ഇടങ്ങൾ നിമിത്തമായിട്ടാണ്. എന്തിനോടാണോ നാം കൂടുതൽ ഇടപെടുന്നത് അതിൻ്റെ ഗന്ധം നമുക്കുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായി തിരിച്ചറിയാവുന്ന കാര്യമേ ഉള്ളൂ. ക്രിസ്തുവിനെ ചാരുന്നവന് ക്രിസ്തുവിൻ്റെ ഗന്ധമാകും. ഈ ഒരാഴ്ചക്കാലം ദീർഘമായ പ്രാർത്ഥനകളും സാഷ്ടാംഗ പ്രണാമവും ഒക്കെയായി ദേവാലയത്തോടും അവനോടും ചേർന്ന് നാം സ്ഥിതി ചെയ്യുകയാണ്, നിലകൊള്ളുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചക്കാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ വലിയ ഗുണപരമായ മാറ്റം, വലിയ സുഗന്ധം ക്രിസ്തുവിൻ്റേതായി നമുക്ക് അവകാശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ച് നൽകി. അതുവഴിയായി നമുക്ക് ലഭിച്ച ഗുണങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഭംഗിയായി പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ കത്തിൽ പറയുന്നു: അവൻ്റെ കുരിശീകരണം വഴിയായി അപരാധങ്ങളുടെ മോചനം നമുക്ക് ലഭിച്ചു. നാമും മാപ്പ് കൊടുക്കുകയും
മാപ്പനുഭവിക്കുകയും ചെയ്യുക വഴിയായി അനേകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുവാൻ തക്കവണ്ണം ഇടയാവട്ടെ. ദൈവത്തോടുള്ള അനുരഞ്ജനം നാം ക്രിസ്തുവിൻ്റെ കുരിശിലെ പരമയാഗം വഴിയായി അനുഭവിച്ചതാണ്. ദൈവത്തോടുള്ള അനുരഞ്ജനം സാധ്യമായി. അനുരഞ്ജനം ഉണ്ടാകുന്നത് അനുതാപിക്കാണ്. വീണുപോയ ഇടങ്ങളെയൊക്കെ ഓർത്ത് ഒന്ന് അനുതപിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയായി തീരട്ടെ. മൂന്നാമതായി നമുക്ക് ലഭിക്കുന്നത് അവൻ്റെ സ്വരൂപത്തോടുള്ള സാദൃശ്യമാണ്. അതിനോട് നാം അനുരൂപപ്പെടുകയാണ്. സ്വരൂപത്തോട് അനുരൂപപ്പെടുമ്പോൾ അവൻ്റെ ഗന്ധമുള്ളവരായി നാം മാറുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ ദീർഘമായ ആരാധനകൾ വഴിയായി, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനങ്ങളുടെ അനുസ്മരണം വഴിയായി ഇവ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നാം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.